കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പടം. എല്ലാരും നോക്കി സൂപ്പർ ഹിറ്റ്, കൊള്ളാം. വന്നു കൊള്ളാം. നല്ല സിനിമയായിരുന്നു, കാണാൻ കൊള്ളാം. മോഹൻലാലും തൂക്കി, മമ്മൂട്ടിയും തൂക്കി, ഫഹദും തൂക്കി, കുഞ്ചാക്കോനും തൂക്കി, എല്ലാവരും തൂക്കി. അതെ, മോഹൻലാലിന്റെ പോർഷൻസ് മാത്രമേ കുറച്ച് നല്ലതായിട്ട് തോന്നിയുള്ളൂ, ബാക്കി ഫുൾ കുറച്ച് ലാഗായിരുന്നു. ഈ രണ്ട് ലെജൻസിന് ഇത്രയും വർഷത്തിന് ശേഷം കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യണം? ലാലേട്ടനെ കൊണ്ടുവന്ന് തേക്കാൻ വേണ്ടി മാത്രം ചെയ്ത പടമാണ്. മമ്മൂട്ടിക്ക് ഒരു 100 കോടി പദ്ധതി സ്വപ്നം കണ്ടതാണ്, പക്ഷെ അത് നടക്കൂല, സമ്മതിക്കൂല. കാപ്പാൻ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രതീക്ഷിക്കാറുണ്ട്, കാണാൻ വേണ്ടിയിട്ടുണ്ട്. ആക്ഷൻ സീനൊക്കെ ഉള്ള അത്ര ഒരു ഇതില്ല, പക്ഷേ പടം വിജയിക്കുമായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അല്ല, ലാലേട്ട സേഫാണ്. അല്ല, അവർക്കും കൂടെ തോന്നണ്ടേ 18 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതിനാ നമ്മളൊരു പടം ഇരുന്ന് കാണുക, അതേപോലെ ഇറങ്ങി പോവുക. ലാലേട്ട സേഫാണ്. അവരൊക്കെ എല്ലാവരും കൊള്ളാം, ഓവറോൾ കൊള്ളാം. പക്ഷേ അതായത് കൊള്ളാൻ ചോദിച്ചാൽ കൊള്ളാം, എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ലാലേട്ടൻ മമ്മൂക്ക അങ്ങോട്ട് തിയേറ്ററൊക്കെ ഇളക്കി മറിക്കുമെന്ന്. അതുമില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു തഞ്ചത്തിൽ താളത്തിൽ അങ്ങനെ കഥ ഭയങ്കര റിയലിസ്റ്റിക് ആയിപ്പോയി, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു, അടിപൊളി മൂവിയാണ്. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്ക ലാലേട്ടനും ഒരുപോലെ അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞിറങ്ങുമ്പോൾ ലാലേട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ, അടിപൊളിയാണ് ഉറപ്പായിട്ടും. പക്ഷേ നമ്മൾ സിനിമ പോലെ കാണുന്ന അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നതിനെ കാണും. മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ മൂവിയാണ്.